ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും അപ്പം ഇന്ന് ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? ഞാനും അതേ ഓണത്തിൻ്റെ ബിസിയിൽ തന്നെയാണ്. പക്ഷെ വലിയ ബിസി എന്ന് പറയാനൊന്നുമില്ല, ബിക്കോസ് ഞങ്ങളിന്ന് സദ്യയൊന്നും ആക്കുന്നില്ല. നോർമലായിട്ടുള്ള ഫുഡ് തന്നെ, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. സദ്യ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ അതുപോലെ എൻ്റെ വീട്ടിൽ സദ്യയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോകുമല്ലോ. അപ്പോൾ രണ്ട് സ്ഥലത്ത് സദ്യ ആക്കുന്നതിനേക്കാളും നല്ലത് ഇതാണല്ലോ എന്ന് കരുതി ഞാൻ ചിക്കൻ കറിയിലേക്ക് തന്നെ നിന്നു കേട്ടോ. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ അല്ലുവിനെ വിളിക്കാൻ പോവുകയാണ്. അല്ലുവിന് ചെറിയൊരു പനിയുണ്ട്. പനീനേക്കാൾ അവന് നല്ല രീതിക്ക് ചുമ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ വിളിച്ചില്ല. നല്ല മഴയായതുകൊണ്ട് തന്നെ എണീക്കേണ്ട കിടന്നോട്ടേ എന്ന് കരുതി. അപ്പോൾ ഇതിപ്പോൾ അവനെ പോയി വിളിക്കുന്നേ ഉള്ളൂ. ആളിപ്പോഴും നല്ല ഉറക്കാണ്. എണീറ്റ് വരാൻ ഒരു ഉദ്ദേശവും ഇല്ലാക്ക്. അല്ലോ എണീക്ക്, നമുക്ക് മാറ്റണ്ടേ? നമുക്കിപ്പോൾ തൽക്കാലം വീട്ടിൽ നിന്ന് ഇടാൻ വാങ്ങിയില്ലേ? ഇതിടാം. അപ്പോൾ മേല് കഴുകണം. എന്നിട്ട് പൂവിടുമ്പോൾ ഷർട്ടും കൊണ്ടുവിടാം. ഓക്കെ? ഷെക്കത്തിന് ആദ്യം അല്ല എണീക്കണം. വെള്ളം വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കണക്കിന് സോപ്പ് ഇട്ട് ആളെ എണീപ്പിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഒന്ന് മേലെഴുകി കൊടുക്കണം. അവന് പനീൻ്റെതുള്ളതിനോണ്ട് തന്നെ ഒട്ടും ഉഷാറില്ല. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പാവം പൂവിടാനൊക്കെ. അപ്പം എങ്ങനെയൊക്കെയോ ഒരുക്കി ഞാൻ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആളെ. ഞങ്ങൾ ഇന്നലെ പൂവൊക്കെ മുറിച്ച് വെച്ച് രാത്രി. അപ്പോൾ പ്രിജിയേട്ടതാ വീണ്ടും പൂവും കൊണ്ടുവന്നിരിക്കണമെങ്കിൽ അതൊക്കെ വീണ്ടും മുറിക്കണം. ഈ ഗ്യാപ്പിൽ ഞാൻ വേഗം അല്ലുവിന് ചായയൊക്കെ കൊടുത്തു, മരുന്നൊക്കെ കൊടുത്ത് അവനൊന്ന് അവിടെ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട്. വേഗം പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് പൂവിടാനിരുന്ന ഒരു സമയമാണ് എനിക്ക് പൂവിട്ട് കഴിയണമെങ്കിൽ. പിന്നെ വേറെ ആരുമില്ല, ഞാനും അല്ലും തന്നെ പൂവിടാനുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ രാത്രിയെ പൂവൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നേ. പക്ഷെ എപ്പോഴാണ് ഇപ്പോൾ രാവിലെയാണ് പ്രിജിയേട്ടൻ ഒരുപാട് പൂവും കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ അതൊക്കെ ഇരുന്ന് മുറിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി പിന്നെ ഞാനും അഭിയേട്ടനും അല്ലും അമ്മയും എല്ലാവരും കൂടിയിട്ട് അതൊക്കെ മുറിച്ച് വെച്ചതുകൊണ്ട് അതൊരു വലിയ പണിയായിട്ട് തോന്നിയില്ല. ഇനിയിപ്പം അതൊക്കെ ഒന്ന് മുറിച്ച് വെക്കണം, പിന്നെ പൂക്കളം വരയ്ക്കണം. അപ്പോഴേക്കും ഞങ്ങളിവിടെ മാവേലി വരും, എല്ലാ കൊല്ലം വരാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ. അങ്ങനെ കിച്ചണിലെ ജോലികളൊക്കെ ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ച് ബാക്കിയുള്ളതൊക്കെ അമ്മേനെ ഏൽപ്പിച്ച് ഞാനും അല്ലും കൂടെ അതാ പൂക്കളം വരയ്ക്കാനിരുന്നു കേട്ടോ. ഞാനും അല്ലും സ്ലോ മോഷൻ്റെ ആൾക്കാരായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇത് ഇട്ട് തീരില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഇതിൽ ഈ പണിയിലേക്ക് നിന്നു. പിന്നെ പൂത്തറയിൽ മീൻസ് മുറ്റത്ത് തറയിൽ പൂവ് ഞാൻ ഓൾറെഡി നേരത്തെ ഇട്ട് വെച്ചിരുന്നു. കാരണം മഴേൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട് അല്ലു എണീക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇട്ട് വെച്ചിരുന്നേ. പിന്നെ അതാ പൂക്കളൊക്കെ വരച്ച് ഞങ്ങൾ ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതാ മാവേലിയും വന്നു. അമ്മ മാവേലി പോയി. സദ്യം കേൾക്കണ്ടേ, പായസം കുടിക്കണ്ടേ, പായസം കുടിച്ചിട്ട് ഉന്നലില്ല വന്നല്ലോ മാറി പോയേ മാറി വന്നേ കൂയി. അങ്ങനെ മാവേലി വന്നു പോയി. അല്ലുവിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മാവേലി ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം അവൻ നല്ല കമ്പനിയായി. അപ്പം ഞാൻ പൂക്കളൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴാണ് അവന്തി വന്നത്. ഗായ്സ്, ദേവിക വരുന്നുണ്ട്. ഹാപ്പി ആണോ? കയറു. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞോ? പൂവൊക്കെ ഇട്ട് കഴിഞ്ഞോ? ഞങ്ങളെ പൂക്കൾ എങ്ങനെയുണ്ട്? ദോശ എടുക്കണം എന്ന് ഇവളായിട്ട് പറഞ്ഞു. ദോശ ഉണ്ടാക്കണം എന്ന് ഇവളായിട്ട് പറഞ്ഞത്. പിന്നെ ഇത് അഭിയേട്ടനും വന്നു. അപ്പൊ അഭിയേട്ടന് വേഗം ചൂടിൽ 2 ദോശ ഉണ്ടാക്കി കൊടുത്ത് ദേവും വന്ന്. ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് ഫോട്ടോഗ്രാഫർ വന്ന സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാൻ പോവാ? ഇതൊക്കെ ഇന്നലത്തെ ഫോട്ടോയ്ക്ക് വേണ്ടി എടുത്തായിരിക്കും അല്ലേ? ആരിട്ടെന്ന്. അപ്പോൾ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം രാവിലെ അഭിയേട്ടൻ ഇല്ലാത്തതിനോണ്ട് തന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം 2 ഫോട്ടോ ഒക്കെ സെറ്റാക്കിയിട്ട് വരാം.
ഒരു 12:30 ആയപ്പോഴേക്കും ഞങ്ങളെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി 2 ഫോട്ടോസ് എടുക്കാമെന്ന് കരുതിയിട്ട് വേഗം ഒരുങ്ങുകയാണ്. ബാക്കി ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മനോട് സെറ്റാക്കിക്കോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ മാറ്റുകയാണ്. നല്ല മഴക്കാറുണ്ട്. അപ്പം മഴേൻ്റെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് വേഗം 2 ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി. വീടിൻ്റെ മുറ്റത്തുനിന്ന് തന്നെയാണ്, വേറെ പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഫോട്ടോസൊക്കെ ഞങ്ങൾ വിചാരിച്ച പോലെയൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ വേഗം ലഞ്ച് കഴിക്കാനിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും അമ്മ അതൊക്കെ സെറ്റാക്കി ടേബിളിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നേർച്ച് വെച്ച് കൊടുക്കലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഒരു 4 മണി 5 ആയിട്ട് വീട്ടിലേക്ക് പോകും. പിന്നെ ഇനി വീട്ടിൽ ഇനി അവിടെ പോയിട്ട് ഇനി തറവാട്ടിലേക്ക് പോകുക അല്ല നാളെയാണോ എന്നറിയില്ല. അത് അവിടെ പോയിട്ട് തീരുമാനിക്കും. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അപ്പം ഞാൻ വീട്ടിൽ പോകും കേട്ടോ. 5 മണിയൊക്കെ ആകുമ്പോൾ അപ്പം നിങ്ങളൊക്കെ എങ്ങോട്ടാ പോവുക? നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഗൈസ്, ഇവർ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആരെ വീടായിരുന്നത് ഇവിടെ ഒരു നെയ്ബറിന്റെ വീട്ടിൽ പോയി. ആ നെയ്ബർ ഇവർക്ക് 1500 രൂപ കൊടുത്ത് കൈനീട്ടം, വിഷുവിനെ കൈനീട്ടൊക്കെ കൊടുക്കലുള്ളൂ. ഇവർ എന്ത് കണ്ടിട്ടാ കൊടുത്താലും അറിയാം. നമ്മള് ബൈ. അപ്പൊ ഇനി ഞാൻ വന്നിട്ട് കാണാം. അപ്പൊ ദൈവമൊക്കെ പോയി. ഇനി ഞങ്ങൾ പോയിട്ട് റെഡി ആവട്ടെ, വീട്ടിൽ പോവാം. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. സമയം ഏകദേശം ഒരു 5 മണി 5:15 ആയിട്ടുണ്ട്. അപ്പൊ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി, അല്ലുന് 2 മിഠായും ചോക്ലേറ്റ് ഒക്കെ വാങ്ങി ഞങ്ങളിത് വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എല്ലാവരും ഉണ്ട്. കൃഷ്ണേട്ടപ്പ വന്ന് ആണോ? മേമയ്ക്കൊക്കെ സുഖല്ലേ? പാപ്പന് സുഖല്ലേ? ഹായ് മുത്തശ്ശി. ഹാപ്പി ആണോ? അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് മൊത്തം ഉണ്ട്. ഫ്രണ്ട്സും കസിൻസും എല്ലാവരും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഹാപ്പി തന്നെയാണ്. പിന്നെ ഇതാ അപ്പോഴേക്കും വല്യച്ഛൻ്റെ മോനും വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ തറവാട്ടിലേക്ക് എന്തായാലും ഇനി നാളെ പോവാന്ന് പറഞ്ഞേ. ഇനിയിപ്പോൾ ഇത്ര നേരമായാലും എന്തായാലും എത്തിയിട്ട് അപ്പോൾ തറവാട്ടിലേക്ക് നാളെ പോകാമെന്നാക്കി. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ പോയതിനു ശേഷം ഏട്ടനും അല്ലോ അബിയേട്ടനും കൂടെ പുറത്തേക്ക് എന്തോ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മ അവിടെ സദ്യയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ സദ്യ രാത്രി കഴിക്കാൻ ഒരു കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് വേറെ എന്തോ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് എന്തായാലും സദ്യ മതി. കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ സദ്യ അല്ലായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ഇനിയിപ്പോൾ നാളെ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ തറവാട്ടിലേക്ക് പോകും. അവിടെ ഏച്ചിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഏട്ടനൊക്കെ ഇപ്പോൾ തിരുപ്പൂരായതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഇങ്ങനത്തെ വിശേഷങ്ങൾക്കൊക്കെയാണ് വരിക. അപ്പോൾ എന്തായാലും നാളെ അവിടേക്ക് ഒന്ന് പോകണം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി കിടക്കാൻ പോവുക. അപ്പോൾ ഇന്നത്തെ നല്ല ഓണവിശേഷങ്ങൾ ഞങ്ങളത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.